മദ്യപാനികൾക്ക് മാത്രം വരുന്നൊരു രോഗമാണ് കരൾ രോഗം എന്നുള്ള ചിന്താഗതി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം മദ്യപാനം മാത്രമല്ല കരൾ രോഗത്തിന് പിന്നിലുള്ളതെന്ന്. ഇന്ന് ആരോഗ്യത്തിൽ കൂടിയുള്ളത് വെൽകെയർ ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജിസ്റ്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഹരികുമാറാണ്. ഡോക്ടർ വെൽക്കം. ഡോക്ടർ, ഒരു കാലം വരെ മദ്യപാനികൾ മാത്രമാണ് കരൾ മാറ്റിവെക്കേണ്ടി വരുന്ന ആളുകളെന്ന് കരുതി. 2025 നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ആദ്യം തന്നെ ഞാൻ ചോദിച്ചു തുടങ്ങട്ടെ, ആർക്കൊക്കെയാണ് കരൾ മാറ്റിവെക്കേണ്ടി വരുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യപാനം കൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട കരൾ രോഗങ്ങളൊക്കെ വന്നിരുന്നത് എന്ന കാലം എനിക്ക് തോന്നുന്നു 20 വർഷം മുമ്പായിരുന്നു. എക്സസൈസ് ചെയ്യാൻ, ശാരീരികാധ്വാനം ചെയ്യാനുള്ള സാധ്യത കുറയുന്ന അവസ്ഥ. അപ്പോൾ നല്ലപോലെ കഴിക്കുന്നു, അത് ആ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഊർജ്ജം കത്തിച്ച് കളയാൻ തക്കവണ്ണമുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ അമിതവണ്ണം വരികയും അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കുകയും ആ കരൾ കൊഴുപ്പടിയുന്നത് ക്രമേണ നിശബ്ദമായിട്ട് പിന്നെ കരൾ സിറോസിസിലേക്കും കരൾ ക്യാൻസറിലേക്കും പോകുന്ന അവസ്ഥയാണ് മദ്യപാന കരൾ രോഗത്തേക്കാൾ കൂടുതൽ എന്നുള്ളത്. അപ്പോൾ കരൾ മാറ്റിവെക്കലിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കൂടിയിരിക്കുന്നു അല്ലേ, പണ്ടത്തെക്കാളും ഒരുപാട് കൂടിയിരിക്കുന്നു. മദ്യപാനത്തിൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ മാത്രമേ ഇന്നത്തെ കരൾ രോഗങ്ങളുള്ളൂ. കൂടുതലും ആഹാരവും എക്സസൈസ് ഇല്ലായ്മയാണ്. ഇപ്പം കരൾ മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഫീൽഡാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അത് ചില സമയങ്ങളിൽ ആവശ്യമില്ലാഞ്ഞിട്ടും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും കരൾ മാറ്റിവെക്കൽ എന്ന് പറയുന്ന പരിപാടി, അത് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് ശ്രദ്ധിച്ചാൽ പറ്റുമെന്നൊക്കെ. അങ്ങനെ കരൾ മാറ്റം വേണമെന്ന് പറഞ്ഞ ഒരാൾക്ക് കരൾ മാറ്റാതിരിക്കാൻ പറ്റുമോ? ലൈക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? നല്ല ചോദ്യം. വാസ്തവത്തിൽ ഇത് കുറച്ചൊരു വളരെ വിപുലമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. കരൾ മാറ്റി വെക്കുന്നതാർക്കാണ്, വെക്കണം എന്ന് തീരുമാനിച്ച ഒരാൾക്ക് അതില്ലാതെ ഒഴിവാകാൻ പറ്റുമോ? വാസ്തവത്തിൽ ഈ ഭാഗികമായ ഉത്തരം അതേ പറ്റും എന്നാണ്. പക്ഷേ അത് നമ്മളെങ്ങനെയാണ് ഇതിനെ കണ്ടതെന്ന് വെച്ചാൽ, ഈ കരൾ പ്രവർത്തന തകരാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയ കരൾ സിറോസിസ് രോഗികൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കരൾ പ്രവർത്തനം കുറഞ്ഞു എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറയുക. അതിന് ഇൻഡിക്കേഷൻ എന്നാണ് പറയുക. ഈ വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ ഇനി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ രോഗി ഒരു ഡോക്ടറെ കാണുമ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു കണക്കെടുക്കും. കാലിൽ നീര് വെക്കുന്നു, വയറ്റിൽ വെള്ളം കയറി, ചോര ഛർദ്ദിച്ചു, പിന്നെ തലച്ചോറിലേക്ക് അമോണിയ കയറിയിട്ട് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കുറയുന്നു. ഇതിനൊക്കെ അപ്പുറം ഒരു ഫോമുലയുണ്ട്, മെൽ സ്കോർ എന്നാണ് പറയുക. അത് രക്തത്തിലെ ബിലിറൂബിൻ, പിന്നെ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ ഒരു രക്തപരിശോധന ടെസ്റ്റ്, രക്തം കട്ടുപിടിക്കുന്നതിൻ്റെ ശേഷി ഇളക്കുന്ന INR, ഇതെല്ലാം കൂടി ചേർത്തൊരു ഫോമുലയുണ്ട്. ആ ഫോമുലയിൽ നിന്നാണ് മെൽഡ് സ്കോർ ഉണ്ടാകുക. അപ്പോൾ ആ മെൽ സ്കോർ 15 മുകളിലാണെങ്കിലും കരൾ മാറ്റിവെക്കൽ വേണം എന്നാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു രോഗി ഡോക്ടറെ പരിശോധിക്കുകയും ആ ഡോക്ടറുടെ നേതൃത്വത്തിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ സങ്കീർണതകൾ, ഞാൻ നേരത്തെ പറഞ്ഞ നീരുവെപ്പ് ഉൾപ്പെടെ, തലച്ചോറിൻ്റെ പ്രശ്നം ഉൾപ്പെടെ, ചോരഛർദ്ദികൾ ഉൾപ്പെടെ സങ്കീർണതകൾ വന്ന വ്യക്തിക്ക് മെൽ സ്കോർ 15 മുകളിലേക്ക് കയറുമ്പോഴാണ് കരൾ മാറ്റിവെക്കൽ വേണം എന്ന് നമ്മൾ പറയുക. ഇനിയും അത് ഇൻഡിക്കേഷനാണ് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ വ്യക്തിക്ക് കരൾ മാറ്റിവെക്കൽ ഇൻഡിക്കേറ്റഡ് ആണ്, ചെയ്യണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഇനിയും അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇതേ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കരൾ മാറാതെ പുതിയൊരു കരൾ കൊടുക്കാതെ ജീവിതം മുന്നോട്ടില്ല എന്നുള്ളതാണ് അവസ്ഥയെങ്കിൽ തന്നെയും ചില പ്രത്യേക കാരണങ്ങൾ ഇദ്ദേഹത്തിലുണ്ട്. അതുമൂലം കരൾ മാറ്റിവെച്ചാൽ പോലും വിജയശതമാനം കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ കരൾ മാറ്റിവെക്കൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ മുന്നേ കൂട്ടി തന്നെ പറയാൻ പറ്റും. ഇതിനെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ കരൾ മാറ്റിവെക്കൽ ഇൻഡിക്കേറ്റഡ് ആണോ? അതിനൊരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മെൽ സ്കോർ എന്ന് പറഞ്ഞ ആ ഒരു കണക്കുണ്ട്. ആ കണക്ക് കൂടാതെ ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഇത്രയൊക്കെ സങ്കീർണതകളായി ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ നാം ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഈ വ്യക്തിക്ക് കരൾ മാറ്റിവെക്കൽ നടത്തിയാൽ വിജയമുണ്ടാകുമോ ഇല്ലയോ? അപ്പോൾ ഇൻഡിക്കേഷൻ പോലെ തന്നെ പ്രധാനമാണ് കോൺട്രാ ഇൻഡിക്കേഷനും. ഇനിയും കോൺട്രാ ഇൻഡിക്കേഷൻ എന്താണെന്ന് 1-2 ഉദാഹരണം വേണമെന്ന് തീർച്ചയായും. ഈ കരൾ സിറോസിസ് കരൾ രോഗമാണെങ്കിൽ തന്നെയും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മറ്റ് അവയവങ്ങളെ കൂടി ബാധിക്കാൻ തുടങ്ങും. ഹൃദയത്തെ ബാധിക്കും. വളരെ നിശബ്ദമായിട്ടാണ് സംഭവിക്കുക. അപ്പോൾ ഹൃദയത്തെ ബാധിക്കാം, ശ്വാസകോശത്തിനകത്തെ രക്തക്കുഴലുകളെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. അപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തെയും ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളെയും ബാധിക്കുന്ന പോർട്ടോ പൾമണറി ഹൈപ്പർടെൻഷൻ്റെ ഒരു അവസ്ഥയുണ്ട് കരൾ സിറോസിസിൽ. ഈ പോർട്ടോ പൾമണറി ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ വളരെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണെങ്കിൽ കരൾ മാറ്റിവെക്കാതെ ഈ വ്യക്തി ജീവിക്കില്ല എന്നുള്ള സത്യം അവിടെ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ ആ വ്യക്തിയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ല. ചെയ്താൽ ഓൺ ടേബിൾ ഡെത്ത് എന്നാണ് പറയുക.
ഈ പോർട്ടോ പൾമണറി ഹൈപ്പർ ടെൻഷൻ, ശ്വാസകോശത്തിനകത്തെ രക്തക്കുഴലുകളുടെ പ്രഷർ വല്ലാതെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താലും അത് പരാജയപ്പെടാനേ പോകുന്നുള്ളൂ. അപ്പം ഈ രത്നച്ചുരുക്കം ഇത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട ഭാഷയിൽ പറയുമ്പോൾ കരൾ മാറ്റിവെക്കൽ വേണോ വേണ്ടയോ എന്നുള്ളത് ഇൻഡിക്കേഷനാണ്. അത് നമ്മളൊന്ന് ആദ്യം അപഗ്രഥിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും വേണോ ട്രാൻസ്പ്ലാന്റ്, അതോ മരുന്ന് ചികിത്സ കൊണ്ട് കുറച്ചുനാളൂടെ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് കോൺട്രാ ഇൻഡിക്കേഷൻ, ചെയ്താൽ പരാജയപ്പെടുമോ എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുപ്പ് കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു തരമാണോ അതോ പലതരം ട്രാൻസ്പ്ലാന്റുകളുണ്ടോ ഈ ലിവർ ട്രാൻസ്പ്ലാന്റിൽ? കരൾ മാറ്റിവെക്കൽ പല തരം ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡെഡ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, 2 ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഡെഡ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഒരു ദാതാവ് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് റോഡ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിൽ ആക്സിഡൻറ്റ് പറ്റുന്ന വ്യക്തികളുടെ ആണല്ലോ ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം നിശ്ചയിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എനിക്ക് നേരത്തെ തന്നെ തീരുമാനിക്കാം, ഏതൊരു പൗരനും തീരുമാനിക്കാം എൻ്റെ മരണശേഷം എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ മസ്തിഷ്ക മരണം എനിക്ക് സംഭവിച്ചാൽ എൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ആ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ കരളെടുത്ത് രോഗിക്ക് കൊടുക്കുന്ന ട്രാൻസ്പ്ലാന്റിനെ ഡെഡ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നു. ആ അവയവം ഡെഡ് അല്ല കേട്ടോ, മസ്തിഷ്ക മരണമേ ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളൂ ദാതാവിന്. അതിനുശേഷം നമ്മൾ കരളെടുക്കുന്നു. എത്ര നേരം കൊണ്ടാണ് ഡോക്ടർ, അതായത് ഒരാളുടെ മരണം സംഭവിച്ചാൽ എത്ര നേരം കൊണ്ട് ഇതെടുക്കാൻ പറ്റണം? മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അടുത്ത ഒരുപാട് ദിവസവും നമുക്ക് ആ ദാതാവ് ജീവനോടെ ഇരിക്കില്ല. മസ്തിഷ്കം മരണത്തിന് ശേഷം ആ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന ഭാഗം പിന്നെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും കരളിനെയും ഒന്നും ജീവനോടെ വെക്കില്ല. അതിനൊരു 24 തൊട്ട് 72 മണിക്കൂർ വരെ കാലയളവേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു ദിവസം തൊട്ട് പരമാവധി 3 ദിവസം വരെയൊക്കെ നമുക്ക് ഈ ദാതാവിൽ നിന്ന് അവയവം എടുക്കാൻ പറ്റും. ഓഹോ. അപ്പം ഇത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ കാര്യമാണല്ലോ പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മസ്തിഷ്ക മരണം ഒരുപാട് വർഷം മുന്നത്തെ ഒരു കേസിന് ശേഷം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ആളുകൾക്ക് കൊടുക്കാനായിട്ട് പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം കേട്ടതിന് ശേഷം എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട്. ഞാൻ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ മനഃപൂർവ്വം അങ്ങനെ എനിക്ക് സംഭവിക്കുമോ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അവയവം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഈസി പ്രേ അല്ലേ എന്നെൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം എന്ന് ഞാൻ പറയുമ്പോൾ 2016 മുമ്പ് മറ്റു പല സംസ്ഥാനങ്ങളെയും പോലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകത്തിൽ, തെലുങ്കാനയിൽ, ആന്ധ്രയിലൊക്കെ മഹാരാഷ്ട്രയിലും ഒക്കെ നല്ല രീതിയിൽ മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം നടന്നുകൊണ്ടിരിക്കെ 2016 ശേഷം നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഈ സമ്പ്രദായം നിന്നുപോയി. അതിൻ്റെ കാരണം ഈ പറഞ്ഞ ഭയമാണ്. ഒരു വ്യക്തി ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയാണ്. ഈ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, അത് വാസ്തവത്തിൽ അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഇത് ആളുകളെ കൊന്ന് അവരുടെ അവയവം എടുക്കാനായിട്ടുണ്ടായിരിക്കുന്ന ഒരു തെറ്റായ സമ്പ്രദായമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിച്ചുവെങ്കിലും ഈ വ്യക്തി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് ഈ കേസ് നടത്തി അവസാനം കോടതിയുടെ മുന്നിൽ അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെമ്പാടും ഏതുതരം ട്രാൻസ്പ്ലാന്റാണ് ഏറ്റവും അധികം നടക്കുന്നതെന്ന് ചോദിച്ചാൽ മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള ട്രാൻസ്പ്ലാന്റ് ആണ്. അമേരിക്കയിൽ, യൂറോപ്പിൽ, UK-യിലൊക്കെ നോക്കുകയാണെങ്കിൽ ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് അല്ല കൂടുതൽ നടക്കുക, മറിച്ച് മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പോൾ അവർക്ക് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു സമ്പ്രദായത്തിലൂടെ അവിടുത്തെ ഒരു സിറ്റിസൺ പിന്നെ നേരത്തെ തന്നെ ഡോണർ കാർഡൊക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസ്തിഷ്ക മരണം അതിൻ്റെ ശാസ്ത്രീയതയോടുകൂടി സർട്ടിഫൈ ചെയ്യുമ്പോഴാണ് അവരുടെ അവയവം കൊടുക്കുന്നത്. ഇത് ഇന്നലെ കണ്ടുപിടിച്ച കാര്യമല്ല. 3-4 പതിറ്റാണ്ടുകളധികം പാശ്ചാത്യ രാജ്യങ്ങൾ, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ, പുരോഗമിച്ച് കഴിഞ്ഞ രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന ഈ സമ്പ്രദായം കേരളത്തിൽ മാത്രം എത്തിയപ്പോൾ അത് തെറ്റായി മാറുകയും അതിനെ കോടതിയിൽ വരെ പോയി ചലഞ്ച് ചെയ്യാൻ ഒരു വ്യക്തി കാണിച്ച ആ ഒരു എന്താ പറയുക, എനിക്ക് എൻ്റെ വ്യക്തമായ വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അത് ശുദ്ധ അസംബന്ധമായി പോയി എന്ന് തന്നെ ഇന്ന് പറയേണ്ടി വരും. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ഡെവലപ്ഡ് കൺട്രീസിൽ ഇത് ചെയ്യുന്നു. മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള ദാനം നടക്കുന്നു. തെലുങ്കാനയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, നമുക്ക് മാത്രമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ മലയാളി ഒരു സാക്ഷരത ഒക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആരോഗ്യ സാക്ഷരത ഇല്ലാത്തതിൻ്റെ, അക്ഷര സാക്ഷരതയുണ്ട് പക്ഷേ ആരോഗ്യ സാക്ഷരതയില്ല എന്ന് പറയേണ്ടി വരും. ഇനി ഇതോട് ചേർന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ മരണം എനിക്കറിയാമെന്ന് വിചാരിക്കുക, ഞാൻ ക്രിട്ടിക്കലാണ്, ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് പറയാമോ എൻ്റെ ഓർഗൻ ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മസ്തിഷ്ക മരണം കഴിഞ്ഞ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ബോധമണ്ഡലം നിയന്ത്രിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ആളല്ല, എനിക്ക് ബോധമണ്ഡലം പോകുന്നില്ല, അതിന് മുമ്പ് എനിക്ക് വേറെ അസുഖമാണ്.
ഓക്കെ. എനിക്ക് വേറൊരു രോഗമാണ് എനിക്ക് വന്നിരിക്കുന്നത്, ഞാൻ ജീവിക്കില്ല, പക്ഷെ എൻ്റെ കരളിന് യാതൊരു കുഴപ്പമില്ല, അപ്പം എനിക്ക് ഈ കരൾ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ ലിവിംഗ് ഡോണർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇത് ഈ വ്യക്തി ഇല്ല, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞേ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുള്ള നിയമവ്യവസ്ഥ വാസ്തവത്തിൽ നമുക്കില്ല കേട്ടോ. അതായത് മരണത്തിന് ശേഷമുള്ള കരൾദാനം അല്ലെങ്കിൽ ഏതൊരു അവയവദാനവും വാസ്തവത്തിൽ ഗവൺമെൻറ് നിയന്ത്രിതമായിട്ടുള്ള ഒരു ഓർഗൻ ഷെയറിംഗ് നെറ്റ്വർക്കിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. എൻ്റെ മരണം അല്ലെങ്കിൽ എനിക്കൊരു മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മസ്തിഷ്ക മരണത്തിലൂടെ അങ്ങനെയല്ല മരണം സംഭവിക്കുക കേട്ടോ. കൂടുതലും ആക്സിഡൻറ്റുകൾ, റോഡ് ആക്സിഡൻറ്റുകളിലൊക്കെ വരുന്നവർക്കാണ് ഈ ബ്രെയിൻ ഡെത്ത് ഉണ്ടാകുകയും നമുക്ക് അവയവദാനത്തിനുള്ളൊരു സാധ്യത വരികയും. അതേസമയം മറ്റു പല രോഗകാരണങ്ങളിലും ഈ ഒരു സാധ്യത മുന്നിൽ വരണമെന്നില്ല. എന്നിരുന്നാൽ തന്നെ ഞാൻ എഴുതി വെക്കുകയാണ് എൻ്റെ മരണശേഷം മസ്തിഷ്ക മരണത്തിന് ശേഷം ദാനം ചെയ്യേണ്ടത് ഇന്ന വ്യക്തിക്കാണ് എൻ്റെ അവയവം പോകേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടുകാർക്ക് പറ്റുമോ? വീട്ടുകാർക്കും പറ്റില്ല, ഇന്ന ആൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് ഈ കരള് ഒരാൾക്കിലേക്ക് എത്തുന്നത്? അതിന് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഒരു പ്രോസസ്സ്. ഒന്നാം തരം ചോദ്യമാണ്. കാരണം ഈ നേരത്തെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹം കോടതി കയറി ഇറങ്ങിയതിനെക്കുറിച്ച് സംസാരിച്ചു. വാസ്തവത്തിൽ ഈ ഏറ്റവും അഴിമതി ഇല്ലാതെ നടക്കുന്ന ഒരു സംവിധാനമാണ് ലോകത്തെമ്പാടും മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം. ആ മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യാനൊരു ശാസ്ത്രീയ സമ്പ്രദായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ അവയവങ്ങൾ വാസ്തവത്തിൽ ഗവൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് നിയന്ത്രിത ഓർഗൻ ഷെയറിംഗ് നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ്, നോസ് എന്നാണ്. നമുക്കുണ്ടായിരുന്നല്ലോ KNOS, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ്. US യുണൈറ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ്. അപ്പോൾ ഈ ഓർഗൻ ഷെയറിംഗിലേക്ക് ഓർഗൻ പോവുകയാണ്. ഇനി അത് ആർക്കാണ് ചെന്ന് ചേരാൻ പോകുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, രോഗത്തിൻ്റെ തീവ്രത ഒരു ഡോക്ടറുടെ ഒരു അളവ് കോലിനപ്പുറത്തേക്ക് ചില മെൽഡ് സ്കോർ പോലത്തെ കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ടാണ് കരൾ രോഗത്തിൻ്റെ തീവ്രത എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ അവയവം എത്താൻ പോകുന്നത് ഏറ്റവും അധികം മെൽ സ്കോറുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം രോഗ തീവ്രതയുള്ള വ്യക്തിയിലായിരിക്കും എത്താൻ പോകുന്നത്. ആ വ്യക്തിയെ ഇത് ദാനം ചെയ്ത മസ്തിഷ്ക മരണത്തിന് ശേഷം ദാനം ചെയ്ത വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കോ ഒന്നും അറിയണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം, എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ അവയവം ഇന്നയാൾക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ മരണത്തിന് ശേഷം ഞാനോ എൻ്റെ കുടുംബമോ ഇത് നേരത്തെ അനുമതി പത്രം തന്നു വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് സർക്കാരിൻ്റെ ഏത് ഗവൺമെൻറ് ആയാലും, ഇപ്പോൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഓരോരോ ഗവൺമെൻറ്റുകൾക്ക്, കേരള ഗവൺമെൻറ്റിന് ഒരു ഓർഗൻ ഷെയറിംഗ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ ഇതില്ല. തമിഴ്നാടിനുണ്ട് നെറ്റ്വർക്കുണ്ട്. അപ്പോൾ ആ സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ഒരു അവയവ ഷെയറിംഗ് നെറ്റ്വർക്കിലേക്കാണ് നമ്മുടെ അവയവം പോവുക. അത് കിട്ടുന്നത് ആർക്കാണ്? ഏറ്റവും അധികം രോഗതീവ്രത ഉള്ള ആൾക്ക്. കാരണം അയാളായിരിക്കും ഉടനെ മരിക്കാൻ പോകുന്നത്. ഇനി ഇതിലൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്, കാശുള്ളവന് ട്രാൻസ്പ്ലാന്റ് എളുപ്പമാണ്, പാവപ്പെട്ടവൻ ലിവർ കൊടുക്കുന്നു, കാശുകാരന് ലിവർ കിട്ടുന്നു. അത് സത്യമാണോ? ഇന്ത്യയിലെ വ്യവസ്ഥയിൽ ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണത്തോടുകൂടി തുടങ്ങാം. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഡെഡ് ഡൊണേഷൻ, മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം നടക്കുന്ന രാജ്യം സ്പെയിനാണ്. സ്പെയിനിലെ സകല പൗരന്മാരും അവരുടെ ഡോണർ കാർഡ് സൈൻ ചെയ്തിരിക്കും. അപ്പോൾ അവിടുത്തെ സർക്കാരുകൾ ഈ വിദ്യാഭ്യാസം ഉൾപ്പെടെ ആരോഗ്യം ഉൾപ്പെടെ എല്ലാം സൗജന്യമായി അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ എന്ന് വിചാരിച്ചാൽ മതി. എല്ലാ പൗരനും ഇത് സൈൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ ഓർഗൻ എല്ലാവരും ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. റിസീവ് ചെയ്യുന്നതും സകല ആളുകൾക്കും, അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ അവിടെ വ്യത്യാസം വരുന്നില്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത് വാസ്തവത്തിൽ എല്ലാവരും ഈ ദാതാക്കളാവുന്നില്ല. ഇല്ലേ? എല്ലാവരും ദാതാക്കളായിക്കൊള്ളണം എന്ന് നമുക്ക് നിഷ്കർഷിക്കാനോ നിർദ്ദേശം വെക്കാനോ പറ്റുകയുമില്ല. ഇനിയും റിസീവ് ചെയ്യുന്ന ഭാഗം നോക്കാം. അതായത് സ്വീകർത്താവ് ആരായിരിക്കും ഇന്ത്യയിൽ? അതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ ഈ കരൾ മാറ്റിവെക്കലിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് സംസാരിക്കേണ്ടി വരും. തീർച്ചയായും ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ ഇത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെങ്ങും തന്നെ കരൾ മാറ്റിവെക്കൽ നടക്കുന്നില്ലല്ലോ, ഇന്ത്യയിലെമ്പാടും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒരു 20-25 അല്ലെങ്കിൽ 30 ലക്ഷത്തോളം വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? സ്വാഭാവികമായിട്ട് ഇത്രയും കാശ് കയ്യിലുള്ള ആളുകൾക്കല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഡൊണേഷൻ ഒരു പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ കരൾ മാറ്റിവെക്കലിൻ്റെ കോസ്റ്റ് ഇത്ര അധികമായതുകൊണ്ട് ആ സ്വീകർത്താവായിരിക്കുന്നത് എപ്പോഴും ഇത്രയും പണമുള്ളവൻ മാത്രമേ സ്വീകർത്താവാൻ പറ്റുള്ളൂ. ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കുന്ന ആൾ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിൽ കുറച്ച് മുകളിലായിരിക്കും. പക്ഷേ ദാനം ചെയ്യുന്നത് അവനവൻ്റെ മനസ്സിൻ്റെ വലുപ്പം പോലെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സന്മനസ് പോലെയോ ആയിരിക്കും ദാനം ചെയ്യുക. അതിന് പണം കൂടുതലെന്നോ കുറവെന്നോ ഉള്ള ഏറ്റക്കുറച്ചിലുകളില്ല. എന്തുകൊണ്ടാണ് ഈ സർജറീസ് ഇത്രയും എക്സ്പെൻസീവ്? ലിവർ ട്രാൻസ്പ്ലാന്റ് എന്തുകൊണ്ട് ചിലവ് ഇത്ര കൂടി? അതും ഒരുപാട് രോഗികൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഇതിൽ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ഈ പല പല സർജറികളുണ്ടല്ലോ. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരെണ്ണമാണ് അപ്പൻഡിസെക്ടമി അല്ലെ. അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവത്തെ മാറ്റുന്ന സർജറി. പിത്തസഞ്ചി മാറ്റുന്നു, അത് മറ്റൊരു സർജറി വയറിൻ്റെ തന്നെ. ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രം എടുക്കുന്ന, ഒരു വലിയ ടീം സ്ട്രെങ്ത് ഒന്നും വേണ്ട. ഒരു സർജൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റ്, 1-2 നേഴ്സ്, ഇത്രയും പേര് ഒരു 40 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് താഴെ മാത്രം എടുക്കുന്ന സർജറികളായി പറഞ്ഞത്. കരൾ മാറ്റിവെക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ദൈർഘ്യം തന്നെ നോക്കിയാൽ ഇപ്പോൾ ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് 10-12 മണിക്കൂർ എടുക്കുന്നു. 10 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സർജറി. അപ്പോൾ അത്രയും തിയേറ്റർ യൂട്ടിലൈസേഷൻ വരുന്നു. ഇനി ഒരു ഓപ്പറേഷൻ തിയേറ്ററാണോ വേണ്ടത്? അല്ല. ദാതാവിനൊരു ഓപ്പറേഷൻ തിയേറ്റർ, സ്വീകർത്താവിന് മറ്റൊരു ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ 2 തിയേറ്റർ പാരലലി റൺ ചെയ്യുന്നു. അതിൻ്റെ കോസ്റ്റ് ഇൻവോൾവ് ആണ്. 10 മണിക്കൂർ റൺ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഇൻവോൾവ് ആണ്. ഇനി ഒരു ഡോക്ടറാണോ അത് ചെയ്യുന്നത്? അല്ല. സർജന്മാരുടെ ഒരു ടീം അവിടെ ഉണ്ടാവും. അത് തന്നെ ഡോണർ സൈഡിലും റെസിപ്പിയൻ സൈഡിലും. ദാതാവിൻ്റെ സൈഡിൽ ഒരു സർജിക്കൽ ടീമുണ്ട്, റെസിപ്പിയൻ്റെ സൈഡിൽ മറ്റൊരു സർജിക്കൽ ടീമുണ്ട്. ഇനിയും അനസ്തീഷ്യോളജിസ്റ്റുകളും വേണ്ടേ? അതും ഒരാളായിരിക്കില്ല. ഇത്രയും ദീർഘനേരം നിന്ന് ജോലി ചെയ്യണമെങ്കിൽ അനസ്തറ്റിസ്റ്റുകളുടെ ഒരു ടീം ദാതാവിൻ്റെ സൈഡിലും മറു ടീം സ്വീകർത്താവിൻ്റെ സൈഡിലും നിൽക്കുന്നു. നഴ്സസ് വേണ്ടേ? അതിനും ഒരു ടീം വേണം. അപ്പോൾ ഒരു വലിയ ടീം വർക്ക്, ഒരുപാട് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡോക്ടേഴ്സ്, സർജൻസ്, അനസ്തഷ്യോളജിസ്റ്റ്, നഴ്സസ്, കോർഡിനേറ്റേഴ്സ്, മെഡിക്കൽ ഹെപ്പറ്റോളജിസ്റ്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ, ഇവരെല്ലാം ചേർന്ന് 10-12 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ലോകത്ത് തന്നെ ഏറ്റവും സങ്കീർണതയുള്ള സർജറി ഏതാണെന്ന് ചോദിച്ചാൽ അത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ഇനിയും അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 20 അല്ലെങ്കിൽ 25 ലക്ഷം ചിലവെന്ന് പറയുന്ന ആ സർജറി ചെയ്യുന്ന ദിവസത്തെ ചിലവ് മാത്രമല്ല വാസ്തവത്തിൽ. അതൊരു പാക്കേജായിട്ടാണ് എപ്പോഴും പറയുക. ആ പാക്കേജിൽ 3 ആഴ്ച വരെയും കാണും. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ആഴ്ച വരെയുള്ള ചികിത്സാ ചെലവും ആശുപത്രിവാസവും ഒക്കെ ചേർത്തിട്ടാണ്. ആദ്യത്തെ 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ICUവിലായിരിക്കും. ട്രാൻസ്പ്ലാന്റ് ICUവിൽ നിന്ന് പുറത്തു വന്ന് 2 ആഴ്ചയോളം വാർഡിലായിരിക്കും. ഇതിൻ്റെ എല്ലാം ചിലവ് ചേർത്തിട്ടാണ് ഈ പറയുന്ന ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ ഇത്ര വില കൂടിയതായത് എന്നുള്ളതിന് ഞാൻ ആദ്യം കുറേ വിശദീകരണങ്ങൾ പറഞ്ഞു. എന്നുകൂടാതെ അതുമാത്രമല്ല, ഇത് വെറും സർജറിയുടെ ചിലവല്ല. അതിനുശേഷമുള്ള തുടർ ചികിത്സാ ചിലവും തുടർ ഹോസ്പിറ്റൽ സ്റ്റേയും എല്ലാം ചേർത്തിട്ടുള്ള കോസ്റ്റാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പൻഡിസെക്ടമിക്ക് നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. കരൾ മാറ്റിവെക്കൽ വിജയിക്കണമെങ്കിൽ സർജറി മാത്രം നടന്നാൽ പോരാ. അതിനുശേഷം ഈ പുതിയതായിട്ട് സർജൻ വെച്ച് പിടിപ്പിച്ച കരൾ അവിടെ നിലനിൽക്കുന്നു എന്നുറപ്പ് വരുത്താൻ ഒരുപാട് മെഡിക്കൽ ചികിത്സകളുമുണ്ട്. റിജക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കണം അല്ലേ? രോഗപ്രതിരോധ ശക്തി കുറച്ച് വെച്ചിട്ടാണ് ആ മരുന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ രോഗാണുക്കൾ വരാനുള്ള സാധ്യത കൂടുതലല്ലേ? അപ്പോൾ അണുബാധ നിയന്ത്രണം വേണം. പിന്നെ പിത്തനാളികൾ തമ്മിൽ സംയോജിപ്പിക്കുമ്പോൾ അവിടെ കോംപ്ലിക്കേഷൻസ് വരാം. രക്തക്കുഴലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നുണ്ട്, ദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും. അവിടെയും ചില ചുരുക്കമോ അല്ലെങ്കിൽ ലീക്കോ ഒക്കെ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാമല്ലോ. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് സർജറിക്ക് ശേഷം 3 ആഴ്ചയോളം മോണിറ്റർ ചെയ്ത് ഇത്തരം കോംപ്ലിക്കേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തി ആണ് നമ്മൾ 3-ാമത്തെ ആഴ്ച രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുഴുവൻ തുകയും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരു സർജറി ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ കോസ്റ്റ് മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തുടർ ചികിത്സ 3 ആഴ്ച വരെയുള്ളതിൻ്റെ ഒരു പാക്കേജ് കോസ്റ്റ് പോലെയാണ് 20 ലക്ഷമോ അല്ലെങ്കിൽ 25 ലക്ഷമോ പറയുന്നത്. അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇനിയും ഈ ഇത്രയും സങ്കീർണതയുള്ള ഓപ്പറേഷൻ ദൈർഘ്യം കൂടുതലാണെന്ന് പറഞ്ഞ് വലിയ ടീം ആവശ്യമാണ്. ഇതൊക്കെ ഇത് ചില സംഗതികൾ, ഇതിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ വില കൂടിയതാണ്. യെസ്, അങ്ങനെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മൾ ഈ ദാതാവിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത കരൾ ഡാമേജ് ആവാതെ അടുത്ത സ്വീകർത്താവിൽ വെച്ച് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അത് മറ്റേ ശരീരത്തിൽ നിന്ന് എടുത്ത കരൾ സൂക്ഷിക്കേണ്ടത്, ഇത് പ്രത്യേകിച്ച് മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള ദാനത്തിൽ വളരെ പ്രാധാന്യമാണ്. ഒരു ലായനിയിലാണ്. അത് HTK സൊല്യൂഷൻ, UW സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലായനികളുണ്ട്. അതിൻ്റെ വില വളരെ കൂടുതലാണ്. ഇനിയും മറ്റ് ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമേ ഈ ദാതാവിൻ്റെ കയ്യിൽ നിന്ന് കരളിൻ്റെ ഒരു ഭാഗം എടുക്കുകയാണല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തെറ്റായ ടേമാണ്. കാർവ് ചെയ്താണ് എടുക്കുക. ഓക്കെ. അപ്പോൾ അതിനൊരു ഉപകരണമുണ്ട്, അതിൻ്റെ പേര് ക്യൂസ, കാവിട്രോൺ അൾട്രാസോണിക് ആസ്പിറേറ്റർ എന്ന് പറയും. വില കൂടിയ ഉപകരണമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, സങ്കീർണമായ സർജറി, ദൈർഘ്യം കൂടിയ സർജറി, ഒരുപാട് ആളുകൾ, ഡോക്ടർമാരും നഴ്സുമാരും അനസ്തറ്റിസ്റ്റുകളും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു സർജറി, വില കൂടിയ ഉപകരണങ്ങളും വില കൂടിയ മരുന്നുകളും ലായനികളും ഒക്കെ ഉപയോഗിക്കുന്നൊരു സർജറി ആയതുകൊണ്ടാണ് ഇത്രയധികം കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ദാതാവിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. അത് നമുക്കിപ്പോൾ അറിയാം, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഫോർ ദി റിസീവർ. അപ്പോൾ ഈ ഡോണർക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ആണോ? ഡോണർക്കും നമ്മൾ ഏത് സർജറി എടുക്കുകയാണെങ്കിലും അതിൽ നമുക്കൊരു ഗുണഫലമുള്ളതുകൊണ്ടാണ് ഈ സർജറി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും സങ്കീർണതകളും ഏത് ഓപ്പറേഷനിലും കാണും. അത് ഡോണർ സർജറിയിലും ഉണ്ടാവും.
അപ്പോൾ ഡോണറുടെ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു കാർവ് ചെയ്തെടുത്ത് മാറ്റുകയാണ്. കരളിൻ്റെ വലത് ലോബാണ് ഡോണറിൻ്റെ യൂഷ്വലി എടുക്കുക. അപ്പോൾ അതിൽ ആ പിത്തനാളി, രക്തക്കുഴലുകൾ ഇതെല്ലാം പിന്നെ മുറിച്ചിട്ട് അവിടെ തുന്നലിട്ട് ഈ അവയവം എടുത്ത് സ്വീകർത്താവിന് കൊടുക്കുന്ന രീതിയാണല്ലോ. അപ്പോൾ ഡോണറുടെ പിത്തനാളി കാർവ് ചെയ്ത് മാറ്റുമ്പോൾ അവിടെ ചിലപ്പോൾ ലീക്ക് വരാം. അപ്പോൾ പിത്തനാളിയുടെ ലീക്ക് സംഭവിക്കാനുള്ള സാധ്യത, പിന്നെ ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത, അണുബാധകൾ വരാം. ഏത് സർജറിയിലും ഇൻഫെക്ഷൻ വരാം അല്ലേ. അപ്പോൾ ഡോണർക്കും റിസ്ക് ഉണ്ട്. ഡോണർക്ക് കോംപ്ലിക്കേഷൻസ് വരാം. ഒരു 10% അല്ലെങ്കിൽ 15% വരെ കോംപ്ലിക്കേഷൻസ് വരാം. ഈവൻ വളരെ അപൂർവമായി ഡോണർ ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ലിവിങ് ഡോണർ അഥവാ ജീവനുള്ള ഒരു ബന്ധു തൻ്റെ അടുപ്പക്കാരന് ഡൊണേറ്റ് ചെയ്യുമ്പോൾ മരണവും സംഭവിക്കാം. വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കാം. അതിൻ്റെ എത്ര തോത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു കണക്ക് പറയുന്നത് 0.5% മോർട്ടാലിറ്റി എന്നാണ്. എന്ന് പറയുമ്പോൾ ഏതാണ്ട് 200 പേര് ഡൊണേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരാളുടെ മരണം സംഭവിക്കാമെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അത്രയൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ. ഇത് ലേണിംഗ് കർവ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സർജൻസും നമ്മളിപ്പോൾ ഒരു 20 വർഷം മുന്നേ കേരളത്തിൽ ട്രാൻസ്പ്ലാന്റ് തുടങ്ങുമ്പോൾ ഉള്ള സർജിക്കൽ എക്സ്പെർട്ടീസ് അല്ലല്ലോ ഇന്ന്. തീർച്ചയായും. അപ്പോൾ ഓവറോൾ കഴിഞ്ഞ ഒരു 30-40 വർഷം കൊണ്ട് ഒരു കണക്കെടുത്ത് പറയാനാണെങ്കിൽ 200 ദാതാക്കളിൽ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കാം. ഇപ്പോൾ ഡോക്ടർ ഈ പെർസെൻറ്റേജ് പറഞ്ഞല്ലോ, അപ്പോൾ അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 100 കരൾ മാറ്റി വെച്ചു, 1000 കരൾ മാറ്റി വെച്ചു, ഇങ്ങനെ പല പരസ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ സക്സസ് റേറ്റ് എങ്ങനെയാണ് കരൾ മാറ്റി വയ്ക്കലിൻ്റെ? അത് വളരെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു റഫ്ലി നമ്മൾ ഈ കരൾ മാറ്റിവെക്കലിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 90 തൊട്ട് 95% വരെ. ചില എക്സെപ്ഷനലി നല്ലപോലെ എക്സ്പീരിയൻസ് ലഭിച്ച ഒരു ട്രാൻസ്പ്ലാന്റ് കേന്ദ്രത്തിൽ ഈവൻ 95 മുകളിലും വേണമെങ്കിൽ വിജയം വരാം. കേന്ദ്രം അനുസരിച്ച് മാറും. ഞാൻ ലേണിംഗ് കർവ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു സർജിക്കൽ ടീം, ഒരു മെഡിക്കൽ ടീം, ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ, നഴ്സസ്, അനസ്തീഷ്യോളജിസ്റ്റ്, ഇവരെല്ലാം കുറേ എണ്ണം സർജറി ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണല്ലോ നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ അനുസരിച്ച് വേണേൽ വിജയ ശതമാനം മാറാം. ഇന്ത്യയിലെ ഒരു അവസ്ഥയും പാശ്ചാത്യ രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതും പാശ്ചാത്യ രാജ്യങ്ങളിൽ വിജയ കണക്കുകളൊക്കെ പബ്ലിക് ഡൊമൈനിലേക്ക് വരും. അതായത് പൊതുജനത്തിൻ്റെ അറിവിലേക്ക് തന്നെ അത് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോവുക. ഇപ്പോൾ ഏതെങ്കിലും അമേരിക്കയിലെ ഒരു ട്രാൻസ്പ്ലാന്റ് സെൻറ്ററിൽ വിജയ ശതമാനം തീരെ കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക. 80% അല്ല 70% ഉള്ളൂ. അവരെ ഷട്ട് ഡൗൺ ചെയ്യാൻ ആവശ്യപ്പെടും സർക്കാർ. ഇതിനൊക്കെ സർക്കാരിൻ്റെ റെഗുലേറ്ററി ബോഡീസ് അഥവാ നിയന്ത്രണ വിധേയമായിട്ടാണ് അവിടെ ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഓരോ ട്രാൻസ്പ്ലാന്റ് സെൻ്ററിൻ്റെയും വിജയ ശതമാനം പ്രൊജക്റ്റ് ചെയ്യണം എന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ നിഷ്കർഷയില്ല. അതുകൊണ്ടാണ് ഈ നമ്പർ മാത്രം പറയുന്നത്. 100 ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു ആശുപത്രി 1000 ചെയ്തു എന്ന് പറയും. പക്ഷേ അതിൻ്റെ വിജയ കണക്ക് അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും ആ ഒരു വിജയ ശതമാനവും കൂടി പറയണം എന്നുള്ള, അല്ലെങ്കിൽ അതൊക്കെ ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളും ഒക്കെയാണ്. അതായത് നല്ല സ്ഥലത്ത് ചെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലത്തല്ല നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റിന് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്യാണ് അവിടെ. ഭാഗികമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് തിരിച്ചറിയാൻ ഒരു പൊതുജനത്തിന് ഇന്ന സ്ഥലത്താണ് ഏറ്റവും അധികം വിജയമുള്ളത് എന്ന് അറിയാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിലില്ല. പുറത്തുണ്ട്, വെളിയിലുണ്ട്, അമേരിക്കയിലുണ്ട്, യൂറോപ്പിൽ, നമുക്കില്ല. നമ്മുടെ നാട്ടിലതില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ചെയ്യുന്നത് മാത്രമേ നമ്മുടെ പല പിന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ഡോക്ടർമാരും ഒക്കെ നമ്പർ മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ ഇത്രയും ചെയ്തു എന്നേ പറയുള്ളൂ. ഇത്ര വിജയ ശതമാനം എന്നുള്ളത് പലപ്പോഴും പബ്ലിക് ഡൊമൈനിലേക്ക് കാണിക്കാറില്ല. ആ ഒരു പ്രവണത തീർച്ചയായിട്ടും അത് മാറും. അത് ആ മാറ്റത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാർ തലത്തിലായിരിക്കണം എന്ന് മാത്രം.